ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു കേക്ക് ഒരല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു പാല് പകുതിയായിട്ട് നമ്മൾ കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കാൻ വേണ്ടി മറക്കരുത്. ഒരു 10 മിനിറ്റൊക്കെ എടുക്കും ഇത് കുറുകി പകുതിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് നോക്കൂ, പാലൊക്കെ നന്നായിട്ട് കുറുകി പകുതിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു ചേർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ മിക്സറിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റേർഡ് പൗഡർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. കസ്റ്റേർഡ് പൗഡർ ചേർക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചി കിട്ടും. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കുറുക്കിയ പാലാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. പാല് നന്നായിട്ട് തന്നെ കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ലോ സ്പീഡിൽ കറക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇതിന് പകരം ബട്ടറോ നെയ്യോ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇതൊരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ പാലോ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത കുറുക്കിയ പാല് ഒരല്പം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. അത് നമ്മൾ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ അഥവാ നിങ്ങളുടെ ഈ ഒരു കൂട്ട് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൺസിസ്റ്റൻസി റെഡിയാക്കാവുന്നതാണ്. ഈ ഒരു രീതിക്കാണ് കൂട്ട് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം ഇത് ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലാണ്. ഉണ്ണിയപ്പ ചട്ടി ഞാനിവിടെ ഒന്ന് എണ്ണ തടവി എടുക്കുന്നുണ്ട്. റിഫൈൻഡ് ഓയിലാണ് തടവി എടുക്കുന്നത്. ഇതിന് പകരം ബട്ടറോ നെയ്യോ തടവി എടുക്കാവുന്നതാണ്. ഓരോ കുഴിയിലും ഒരു 1/4 ഭാഗത്തോളമായിട്ട് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു തവ വെച്ചിട്ടുണ്ട്. പഴയ ഏതെങ്കിലും തവ വെച്ചാൽ മതി. തവ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഈ ഒരു ഉണ്ണിയപ്പ ചട്ടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് കൊടുക്കാം. എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അടച്ചു കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നേരത്തേക്കാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ കേക്കൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ കുത്തി നോക്കുക. ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച്. നീറ്റായിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതപ്പം തന്നെ ഈ ഒരു പാനിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കേക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കേക്ക് ഇരിക്കുന്നത്. ഈ ഒരു കേക്കിന് സാധാരണ കേക്കിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. അതിൽ നമ്മൾ പാല് നന്നായിട്ട് കുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.